പോരാട്ടാ. ചിരിച്ചങ്ങനെ നിക്കല്ലേ. എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ കൃഷ്ണ. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോണം. ഇന്നത്തോട്ടെങ്കിലും ഉഷാറാക്കി തരണം. ആ പിന്നെ പുറകിൽ 2 ടയറും മുട്ടയാ. പൊട്ടാതൊന്ന് കാത്തോണേ. പിന്നെ ഇതെന്തിനാണെന്നറിയാലോ? ഇത്തവണയെങ്കിലും അമ്മയെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിക്കാൻ പറ്റണം. ഒറ്റക്കാക്കിയിട്ട് പോകുമ്പോൾ നെഞ്ചിനകത്തൊരു പുകച്ചില്ല. നീ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തില. അമ്മേ അമ്മേ എന്താടാ അമ്മേ, അതെ ഈ പാത്രത്തിലെ കാശ് കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം. സത്യം പറ, ഇതിൽ നിന്ന് കാശ് എടുത്തിട്ടാണോ നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്? ഒന്ന് പോടാ, ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല. ഇത് പിന്നെ ഇന്നലെ നിശ വന്നപ്പോൾ വാങ്ങിച്ചതല്ലേ. പാവം, അവളുടെ കഥ കേൾക്കാൻ വയ്യ. 2 കുട്ടികളല്ലടാ, സ്കൂളും തുറക്കല്ലേ. പിന്നെ മസാല സാധനമൊക്കെ ഇവിടെ തീർന്നായിരുന്നു. അതെ, നിങ്ങൾ ഗോക്കാട്ട് പറമ്പിലെ ഭാനുമതിയാണ്, അല്ലാതെ ദേവാസുരത്തിലെ ഭാനുമതി അല്ല. അതെ, നാട്ടുകാരെ നന്നാക്കലല്ല എന്റെ പണി. അതിനു വേണ്ടിയല്ല ഞാൻ ഈ കിടന്നോടണത്. ഒന്ന് പോടാ. ഇനി ഇടിന്നങ്ങാൻ ഒരു കാശ് എടുത്താ എന്റെ സ്വഭാവം മാറും. നോക്കിക്കോ. ഇനി എടുക്കുന്നില്ലടാ. പിന്നെ എന്ത് ചെയ്യാനാ? ഇന്നലെ ഇപ്പോ 500 രൂപ കടം ചോദിച്ചു. വെച്ചോണ്ട് എങ്ങനെ ഇല്ലാന്ന് പറയുന്നത്? അവള് പിന്നെ നാളെ തന്നെ തിരിച്ചു വന്നോളൂ. എന്തായാലും ഇനി നിന്റെ സമ്പാദ്യം എടുത്ത് ഞാൻ ചെലവാക്കുന്നില്ല. മതിയല്ലോ. അമ്മോ. ഓ, അപ്പൊ നിങ്ങൾ ഫിനാൻസും തുടങ്ങിയോ? വന്ന് കഴിക്കി. മോനെ, ഇന്നെന്താ സ്പെഷ്യൽ? കുമ്പളപ്പൊക്കെ രാഘവേട്ടനും മയക്കിയ കുമ്പളപ്പം തന്ന് എന്നെ സോപ്പിടാന്നൊന്നും നോക്കണ്ട. കുമ്പളപ്പം കണ്ടപ്പോഴെങ്കിലും നിനക്ക് എന്റെ അച്ഛനെ ഓർമ്മ വന്നല്ലോ. ഇന്നത്തെ ദിവസം എന്താന്ന് ഓർമ്മയുണ്ടോ? നിന്റെ അച്ഛൻ പോയിട്ട് സോറി അമ്മ, ഇന്നത്തെ കുമ്പളപ്പം അച്ഛൻ്റെ സ്പെഷ്യൽ ആയിരുന്നല്ലേ? അച്ഛന് പുഴമീനും ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ? അവക്കറിയൊക്കെ കണ്ട് ഞാൻ പറഞ്ഞോളാം. നല്ല ഇരുമ്പം പുളിയിട്ട് അങ്ങോട്ട് വറ്റിച്ച് വെക്ക്. കാണട്ടെ ഭാനുമതിയുടെ കൈപ്പുണ്യം. അയ്യടാ, കൈപ്പുണ്യം കാണാനേ നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവാ. ഡാ, ആ വടക്കേലെ ശാരദയുടെ അനിയത്തിയുടെ കൊച്ചില്ലേ, 2 ദിവസം മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ കണ്ടിരുന്നു. നല്ല കൊച്ചാടാ. അമ്മയൊന്ന് ആലോചിക്കട്ടെ. എൻ്റെ അമ്മേ, ഒരു വടക്കേലെ ശാരദ. ഇവിടെ മനുഷ്യൻ 3 ചക്രം ഒരുമിച്ച് ഉരുട്ടാൻ എങ്ങനെ കഷ്ടപ്പെടുന്നതെന്നറിയോ? ഇനി അടുത്ത ഡോക്ടറെ എപ്പോഴാണ് കാണിക്കേണ്ടത്? എനിക്കറിയില്ല. ഇന്ന് നേരത്തെ കൊണ്ട് വന്നോണേ. അച്ഛന് നേർച്ച വെക്കാനുള്ളതാ. ശരി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. ബാനുവേ, നാണിയമ്മേ, കൊറേ ആയല്ലോ കണ്ടിട്ട്. എന്ത് മറവിയാടാ നിനക്ക്? ചായ കുടിച്ചാളെ? ഇല്ല, കുടിക്കണം. അല്ല, ഈ മാസത്തെ പെൻഷൻ വന്നില്ല. നാളെ മറ്റന്നാളോട്ട് വരികയായിരിക്കും. അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ രാവിലെ തന്നെ? ഞാൻ എവിടെ പോകാനാ മോളെ? മരുന്ന് വാങ്ങാൻ തന്നെ. നിങ്ങൾ അവനോട് പോയിക്കോളെ, അവനവിടെ ആർക്കി തരും. എന്നാ ഞാൻ ചെല്ലട്ടെ മോളെ.
ഇപ്പൊ കാണാനൊന്നില്ലല്ലോ മോനെ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഭാനുവിനോട് ഞാൻ എപ്പോഴും ചോദിക്കും, വല്ല വണ്ടിക്കും കുടുങ്ങിയൊന്നായിരിക്കും. നീ ഒന്ന് പോടാ അവിടുന്ന്. അറം പറ്റുന്ന വർത്താനൊന്നും പറയല്ലേ. ഓ ഞാൻ വണ്ടിയിലൊന്ന് തുപ്പിയിടല്ലേന്ന്. അതൊക്കെ എനിക്കറിയാം. നീ പോടാ അവിടുന്ന്, എന്നെ പഠിപ്പിക്കണം. ഇതിങ്ങനെ പോവുള്ളൂ. ഇതിങ്ങനെ തന്നെ പോകുന്നു. ഒന്ന് സ്പീഡിൽ വിടുമോനെ. റോഡേതാ തോടേതാന്ന് അറിയില്ല, പിന്നെയല്ല സ്പീഡ്. ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. നമ്മൾ ആ ദിനേശന്റെ മോനോട് ഞാൻ ചോദിച്ചു, മോനെ പുതിയ വണ്ടിയല്ലേ, നാണിയമ്മന് ആ കവല വരെ നാക്കി തരും. ചെക്കൻ എന്നോട് പറയാ, സീനില്ല സീസ് കേറിക്കോ. ഞാനാ അതിൻ്റെ അകത്ത് കേറിയതും വായു ഗുളിക വാങ്ങാൻ വേണ്ടി പോകുമ്പോലോ ഒരു പാച്ചല് വാങ്ങിന മോനെ. ഞാൻ അവിടെ ഇറങ്ങിയപ്പോഴാ എനിക്ക് ശ്വാസം വീണത്. എന്റെ മോനെ, ഞാൻ അവനോട് പറഞ്ഞേ ലോറിയും കാറും എല്ലാം വരുന്ന റോഡാണ്, നോക്കിയും കണ്ടുമെല്ലാം പോണേന്ന്. ഞാൻ പറഞ്ഞു തീർന്നില്ല, കിടക്കുന്ന ലോറിന്റെ അടിയില്. ആ ചെക്ക വീണതാണോ നിങ്ങൾക്ക് നല്ല കാഴ്ച? വീണതല്ലടാ, ആ മഴലോറിന്റെ ഡ്രൈവർ ആരാന്ന് ഞങ്ങളുടെ മോൻ സന്തോഷ. എന്റെ പൊന്നു മോനെ, ഒന്നും പറയണ്ട, നാട്ടാരെടുത്തിട്ട് പെരുക്കിയില്ലോന. ആ കള്ള നായിന്റെ മോൻ ഒരിക്കലും ഗുണം പിടിക്കില്ല. എടാ, പോസ്റ്റൽ വോട്ടാണെന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ കയ്യിൽ നിന്ന് 4 സെന്റ് സ്ഥലം എഴുതി വാങ്ങിയത്. നാറി ഗതി പിടിക്കില്ല അവൻ. അതൊക്കെ പോട്ടെ മോനെ, ഭാനുവിന് എങ്ങനെയുണ്ട്? പഴയ അസുഖമെല്ലാം കുറവായോ? പഴയ പോലെ തന്നെ. അല്ല മോനെ, നിന്റെ കല്യാണക്കാരില്ലേ എവിടം വരെ എത്തി? നിങ്ങൾക്കിപ്പോ എന്തെല്ലാം അറിയണ്ടേ? അവൾക്കൊരു കൂട്ട് വേണ്ടേ? നീ ഇങ്ങനെ നടന്നാലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാണിയമ്മനോട് പറ, സെറ്റാക്കാൻ പറ്റിയൊരു പ്രായവും. എന്തേലും ആവശ്യമുണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞോളാം. നീ എന്തെങ്കിലും ചാടി കളിക്കണോ? ഞാനെല്ലാം അറിയുന്നുണ്ട്. എന്ത്? നീ ആ ജോർജ് മുതലാളിയുടെ മോളെ അല്ലടാ കള്ള നോട്ട വിട്ടിരിക്കുന്നത്. അയ്യോ തല വേണ്ടാതീന്നും പറയല്ലേ. കവലയിലൊക്കെ ഒരു ശ്രുതി ഉണ്ട്. നാണി നമുക്കൊന്നും അറിയില്ലേ? നിർത്ത 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 ഇവിടെ നിർത്ത, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്തടോ. ഇവിടെയോ? അല്ല, നിന്റെ നെറ്റത്ത്. നിങ്ങളല്ലേ മെഡിക്കൽ ഷോപ്പ് പോണെന്ന് പറഞ്ഞു? കൂടായ്പല്ലേ? ഞാൻ അങ്ങനെ പലതും പറയും. എനിക്കിവിടെ അടുത്തൊരു വീട്ടിൽ പോകാനുണ്ട്. അതെ, ആ കുട്ടീൻ്റെ ദിവസവും ഞാൻ തന്നെയാണ് കോളേജിൽ കൊണ്ടുവിടുന്നത്. അത് ആ കുട്ടീൻ്റെ അച്ഛൻ അയാൾ പറഞ്ഞിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഉള്ള കഞ്ഞിയിൽ മണ്ണ് വാരിയിടരുത്, ഒരപേക്ഷ. ഓ, പണ്ട് സുധിയും മീനുക്കുട്ടി ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. ഏത് സുധി, ഏത് മീനുക്കുട്ടി? നിന്റെ ആ മാമന്റെ മോള്. ലാലേട്ടന്റെ 7 ഓട്ടോ കാണാത്ത നീയല്ലേ ഇവിടുത്തെ ഡ്രൈവറാടാ. ഒരു ഓട്ടോ കൊണ്ട് നടക്കുന്നു. ഹേയ്, ഇവന്റെ വണ്ടിയിലല്ലേ ഞാൻ കേറിയത്. തൊള്ളക്ക് ഭ്രാന്ത് മൂത്ത. ആമ്മ, മീൻ കിട്ടിയാ? ഞാൻ ഔക്കർക്കനോട് പറഞ്ഞിരുന്നല്ലോ. ആ ആ ആ ആ ഓട്ടോ. ആ പോവാ റെയിൽവേ സ്റ്റേഷൻ. വണ്ടി എടുക്കും. വണ്ടിയുടെ അമ്മ പോയി, വണ്ടി വേഗം വിടറോ.
എന്താ കേട്ട കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. താനാന്ന് നോക്കണ്ടോ, വണ്ടി വിടറോ. ജസ്റ്റ് മിസ് വേറെ വണ്ടി കയറി ഒരുത്തനെ കിട്ടിയിട്ട് പറഞ്ഞു. ഇവിടുന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് ഇന്ന് അതിന്റെ മോനെ കൊണ്ട് പറയിപ്പിക്കണം. എന്താ നോക്കിക്കണേ. ഇവരെ കൊണ്ട് കെട്ടി നോക്കാം. എടാ മോനെ, മോനെ, മോനെ. വിളിച്ചാലും കേൾക്കില്ല ചെക്കൻ. മോനെ, ഇത് എന്തോ ഉറക്കായത്. ഡാ എണീക്ക്, എണീക്ക്, എണീക്കടാ. ഹലോ ബായ്, ഒരുത്തനെ കിട്ടിയിട്ടുണ്ട് ബായ്. ഓനെ കൊണ്ട് എന്തായാലും ഞങ്ങൾ സത്യം പറയും. ആ ബായ്, ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. ഓക്കെ ബൈ. ചെക്കൻ്റെ കാര്യം തീരുമാനമാവും. പറയാനുള്ളൊക്കെ പറഞ്ഞില്ലെങ്കിലേ തൂക്കാനാ ബായിന്റെ പ്ലാൻ. ഞാൻ ചെയ്യാം. ഓന് കിട്ടി മുമ്പേ വെളിയത് പോരാ. ഓന്റെ കണ്ണ് ഞാൻ ചൂടെടുക്കും. എടങ്ങാറാക്കല ഞങ്ങള് കൊല്ലാന്നൊക്കെ പറഞ്ഞ ഓന്റെ മോല മറ്റാണോ? നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കല്ലേ? കേട്ടിട്ട് തന്നെ എനിക്ക് കൈയും കാലം മറക്കുക. ഓനറിയാത്ത കാര്യമാണെങ്കിലാ. ഒന്നുമില്ലെങ്കിൽ ഓനൊരു ഓട്ടോ ഡ്രൈവർ അല്ലേ? എത്ര ആൾ കയറുണ്ട് ഒരു ഓട്ടോയില്? ചേലക്കാണ്ട് പോടാവുന്നു. ഇജാതി വർത്താനെങ്കിൽ മേലെ പറഞ്ഞോണ്ടല്ലോ ആദ്യം മൈത്താവ് നീയായിരിക്കും. ബായ് വന്നോടുക്ക. ഈ വിരലിന്റെ എല്ലൊടിയുന്ന ശബ്ദം കിട്ടുന്നുണ്ട്. അല്ല വേണ്ട, നമ്മളെ ഈ ചെറുവലിന്റെ നഖകളെ വീഴരുത്. എങ്ങനെ ഉണ്ടാവും?
സൊല്ലിയാച്ചാ ഇല്ല ഭായി. ഞാനിവനെ സേസാക്കുന്ന സമയത്ത് ഇവരവരെ ഫോളോ ചെയ്തത്. ഭായി ജസ്റ്റ് മിസ്. ഉളുപ്പ് இருக்கடா உனக்கு. உளுப்பு இருக்கா? வேற ஏதாவது வேலையை பாருடா. எங்கடா நாயிட்ட മോൻ? അവിടെയാണ് ഭായി. എന്താടാ എന്താടാ? ഇപ്പൊ കേട്ടോ, സൂക്ഷിച്ച് നടക്ക്, വഴുക്കണ്ട. എന്താടാ ഇത്? പിണ്ണാക്ക്. ഇവിടെ തീർന്നു വരുന്നു. പറയാൻ മറന്നുപോയി. ഇത്രേ ഉള്ളൂ, കുറച്ചധികം അത് ആവശ്യത്തിന് തലയിലുണ്ടല്ലോ. ഓ, അവനൊരു തമാശ. പോടാ. ചളിയായല്ലോ. ഇത് നിനക്കുള്ള ചേട്ടാ. ബാനോ ബാനോമ്മ, ഇവള് വളർന്ന് വലുതായി. ഇവളെ പാല് വിറ്റിട്ട് വേണം നമുക്കൊരു വള വാങ്ങിക്കാൻ. ഇത് കട്ടിയായി പോയി. കുറച്ച് വെള്ളം എടുത്തേ. ചെക്കൻ സമാധാനത്തിന് എന്നെ കൊണ്ടൊരു പണിയെടുക്കാനും സമ്മതിക്കില്ലേ? വെള്ളല്ലേ ഇവിടെ? നിനക്ക് അങ്ങ് എടുത്തൂടെ? അപ്പൊ വള വേണ്ടേ? വള. ആഹാ, വളയന്റെ കാര്യം പറയുമ്പോഴേക്ക് ആളിങ്ങെത്തിയല്ലോ. ഓന്റെ ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കാൻ സൂപ്പറാ. കള്ളം മോനെ, സത്യം സൂട്ടാ. എങ്ക പോയിടാവ? എനിക്കൊന്നും അറിയില്ല. ഉന്നെ പോലെ ഒരുപാട് പേരെ പാത്തിരിക്കണ്ട இந்த செட்டி. സത്യം പറ. സത്യം சொன்னா உனக்கு போயிடலாம். ഞാൻ പറയിപ്പിക്കാം ഭായി, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. പറഞ്ഞില്ലേ, ഇവിടെ ഇന്നേക്ക് തന്നെ തൂക്കി എല്ലാവർക്കും ഒരു പാഠമായിരിക്കും. ടൂൾസ് എടുക്കടാ. അമ്മ, അതെന്താ വീണേ? അമ്മ, അമ്മ, ഒന്നും അമ്മേ, 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 ഒന്നും കേട്ടോ അമ്മേ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിച്ചാടാ ഞാൻ. സത്യം പറഞ്ഞില്ലെങ്കിൽ കള്ളം നായിന്റെ മോനെ നിന്നെ കണ്ണിലെ കുത്തിക്കയറ്റാം. ഈ പന്നനൊക്കെ ചാവുന്ന നല്ലത്. വലിച്ചോണ്ട് പോടവന. கஃபூர் சொல்லுங்கடா. கிடைச்சிருக்க? இப்போ எங்க இருக்கு? അതൊക്കെ ഞമ്മളെ കസ്റ്റഡിയിലുണ്ട് ഭായി. അല്ല ഭായി, ഈ ഓട്ടോക്കാരൻ എന്താക്കണം?
அதெல்லாம் முதல்ல சொல்ல இருக்குல்ல, உனக்கு தெரியாதா? ஓட்டு தள்ளுகடா. ഗഫൂർക്ക റെഡിയാ? ഞാൻ ഉണ്ടാവില്ലോ. ഓക്കെ, കൈകാര്യം ചെയ്തോളാം. ഞാൻ പോയിക്കോളാം. വീട്ടിലെ അമ്മ വലി അയ്യോ
മഹീസൂരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവർ ചാകുമ്പോൾ ചണ്ഡാലകൂലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സൂരന്മാരായിടുന്നു, അമരന്മാർ അമ്മേ. മരങ്ങളായിടുന്നു. അമ്മേ അജൻ ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തും ഗജവുമായിടുന്നു. ഹരി ചത്തു